ആതിരെ, ഈ കേസ് കളി തുടങ്ങിയോ? കെ സുധാകരൻ കളി തുടങ്ങിയോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണ് എന്ന കെ എസ് സുധാകരന്റെ ഒരു പ്രസ്താവന. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കാം, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതെ, അദ്ദേഹം യോഗ്യനാണ്, ഇങ്ങനെ പറഞ്ഞതായിരിക്കാം. കാരണം ഇതിനു മുൻപ് ജി സുധാകരനോട് അടുത്ത മുഖ്യമന്ത്രി ആകുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ എന്താണ് അഭിപ്രായം ചോദിക്കുമ്പോൾ സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? അതേ രീതിയിൽ തന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇരിക്കാൻ എന്ത് യോഗ്യത കുറവാണുള്ളതെന്നാണ് ഈ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. സീനിയോറിറ്റി കൊണ്ടാണെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടാണെങ്കിലും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണെങ്കിലും ഇതിന്റെ മുൻകാലത്ത് പ്രതിപക്ഷ സ്ഥാനത്തൊക്കെ ശക്തമായി ഇരുന്ന ഒരാൾ തന്നെയല്ലേ? കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിക്കാനും കൃത്യമായി ഇത് സംസാരിക്കാനും ഇടപെടാനും ത്രാണിയുള്ള ഒരാൾ തന്നെയല്ലേ? അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാനുള്ള യോഗ്യതയുണ്ട്. അത് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇങ്ങനൊരു ചോദ്യം വരാൻ തന്നെ കോൺഗ്രസിന് ജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായി എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. ഈ ഒരു സർക്കാരിന് എല്ലാവരും മടുത്തു തുടങ്ങി. ഇങ്ങനൊരു ചിന്താഗതി തന്നെ ആയിരിക്കാം ഓരോ നേതാക്കളോടും പോയി അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കാൻ. ഇവിടെ ഇപ്പോ കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട് ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് യോഗ്യത ഉള്ളത് കൊണ്ടുമായിരിക്കല്ലേ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോ ഇടതുപക്ഷത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ പറയും അവിടെ കസേര മുഖ്യമന്ത്രി പദത്തിനായി തമ്മിൽ അടികൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യമുള്ളത്. അവിടെ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട്. പക്ഷേ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ പാർട്ടി ആണെന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുള്ളത് നല്ലത് തന്നെയല്ലേ? കാരണം അത്രയും യോഗ്യതയുള്ള ആൾക്കാരോട് ഉള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ചോദ്യം വരുന്നത് പോലും. അല്ലാതെ ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന മുഖ്യമന്ത്രി ഇതാണ്, വേണമെങ്കിൽ വോട്ട് ചെയ്യുക, വേണമെങ്കിൽ പോവുക, നിനക്കൊന്നും ചോദ്യം ചോദിക്കാൻ ഇവിടെ അനുവാദമില്ല, നിങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, ഇങ്ങനെ പറയുന്ന ആളെക്കാട്ടിലും എത്രയോ ഭേദമാണ് അവിടെ അത്രയും മുഖ്യമന്ത്രിമാരുണ്ടെന്ന് പറയുമ്പോൾ. അതേപോലെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു കേൾക്കുന്ന സമയത്ത് എത്രയധികം രാഷ്ട്രീയ പോരാട്ടങ്ങൾ നേരിൽ കണ്ട ഒരു വ്യക്തിയാണ്. അത് എല്ലാ ഇറയിലും പെട്ട ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തെ പറ്റി നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റും. അദ്ദേഹത്തിന് ആ ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഒരാളാണ്, ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ്. അതേപോലെ ഹരിപ്പാടുകാരുടെ സ്വന്തം രമേശ് ചെന്നിത്തലയാണ്. അത് പാർട്ടി ഗ്രാമത്തിന്റെ അപ്പുറത്തേക്കും ഒരു നേതാവിന് അവിടെ ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ, തന്റേതായിട്ടുള്ള തട്ടകമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കെ സുധാകരനെ പോലെ തന്നെ രമേശ് ചെന്നിത്തലയും അത്ര നല്ല നേതാവാണ്. അതേപോലെ തന്നെ വി ഡി സതീശൻ നല്ലൊരു നേതാവല്ലേ, നല്ലൊരു പ്രതിപക്ഷ നേതാവല്ലേ? ഇത്രയധികം കാര്യങ്ങൾ വി ഡി സതീശൻ ചോദിച്ചിട്ടുണ്ട്, നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്ന പല കാര്യങ്ങളോടും ശ്രീ പിണറായി വിജയന് ഒരു ശുഭിതനാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര നല്ല നേതാവല്ലേ? ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ആയിരുന്നു ചേട്ടാ ഈ നിയമസഭയിൽ മിസ്റ്റർ പിണറായി അല്ലെങ്കിൽ മിസ്റ്റർ മുഖ്യമന്ത്രി എന്നൊക്കെ അഭിസംബോധന ചെയ്ത് നമ്മുടെ രമേശ് ചെന്നിത്തല സംസാരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് താൻ ഇങ്ങനെ മിസ്റ്റർ എന്ന് 10 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാനുള്ള ആളാണോ ഞാൻ? ഇത് നിയമസഭയിലെ ഇതേ ധാർഷ്ട്യമാണ് പൊതുവേദിയിലും പറഞ്ഞത്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഈ കൺവെൻഷനിൽ പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാനുള്ളതാണോ? നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെക്കാട്ടിലും എന്തുകൊണ്ടും യോഗ്യനാണ് രമേശ് ചെന്നിത്തല. ആ ഒരു ചോദ്യത്തിനായിരിക്കാം കെ എസ് ഇപ്പൊ മറുപടി പറഞ്ഞിട്ടുള്ളത്. യോഗ്യനാണ്, മുഖ്യമന്ത്രി പദത്തിന് എന്തുകൊണ്ടും യോഗ്യനാണ്. അത് ജനങ്ങൾക്കും അതേ അഭിപ്രായമായിരിക്കില്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇപ്പോ ആതിര പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ ഒന്നിലധികം പേരുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം മറിച്ച് CPM-ലാണെങ്കിൽ മുഖ്യമന്ത്രിയാകാനും ഞങ്ങളെ നയിക്കാനും ഒരേ ഒരു ആളെ ഉള്ളൂ, അത് പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ രാഹുൽ ഗാന്ധി ഇവിടെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് അവരുടെ ഈ പറയുന്ന അവരുടെ UDF-ന്റെ പ്രകടന പത്രിക ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടും അവരുടെ യാത്ര സമാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഈ സിംഗിൾ ഡാൻസിനേക്കാളും എപ്പോഴും നല്ലത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ആൾറെഡി കേരളത്തിൽ ഉള്ളതാണ് കോൺഗ്രസ്സിൽ. പക്ഷെ ഗ്രൂപ്പ് ഡാൻസ് ആണ് കാണാൻ ഭംഗി, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തല എന്ന നേതാവ് നയിക്കട്ടെ എന്ന് കെ സുധാകരൻ പറയുമ്പോൾ അതിൽ ഒരുപാട് മറ്റു ചില അർത്ഥങ്ങൾ കൂടെയുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കെ കരുണാകരൻ എന്ന് പറയുന്ന അവരുടെ ലീഡർ, ഒരാൾ ലീഡർ എന്ന് നാമധേയത്തിൽ, ലീഡർ എന്ന് പറഞ്ഞാൽ നേതാവ്, ലീഡർ എന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് ചുമ്മയല്ല കെ കരുണാകരനെ വിളിക്കുന്നത്. കെ കരുണാകരൻ കണ്ടെത്തിയ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന്, ഇതിപ്പം പറയുന്ന പോലെ ആലപ്പുഴയിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നത് കെ കരുണാകരനാണ്. കെ കരുണാകരൻ അതേപോലെ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു നേതാവാണ് കെ സുധാകരൻ.
അപ്പോൾ നമ്മൾ ഈ നേതാക്കൾക്ക്, നമ്മുടെ ചില പഴയ നേതാക്കൾക്കൊരു ഉൾക്കണ്ണുണ്ട്, അവർക്കൊരു ദീർഘവീക്ഷണമുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി കണ്ടെത്തിയത് വിഷ്ണുനാഥിനെയുണ്ട്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയുണ്ട്, ഷാഫിയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ നേതാക്കൾക്കൊരു ഉൾക്കണ്ണുണ്ട്, ഒരു ഉൾക്കാഴ്ചയുണ്ട്. നോക്കുമ്പോൾ ഇയാൾ കൊള്ളാം, ഇയാളെ നമുക്ക് നമ്മുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ് എന്ന് ഉമ്മൻചാണ്ടി കണ്ടെത്തിയതുപോലെ കെ കരുണാകരൻ എന്ന് പറയുന്ന വലിയ നേതാവ്, അന്ന് ആന്റണിയും കരുണാകരനും മാത്രമേ ഉള്ളൂ. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് എന്നും ഉപകാരമായിട്ടേ ഉള്ളൂ. ഒരു കൂട്ടം, രണ്ടുപേർ നയിക്കുന്ന ഓരോ കൂട്ടം, അതിൽ അത്തരത്തിൽ പിന്നെ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നതും, രമേശ് ചെന്നിത്തല 29ാമത്തെ വയസ്സിൽ കരുണാകരൻ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രി ആയതാണ്. അതറിയാമോ? അങ്ങനെ ഒരു ചരിത്രം കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഏറ്റവും ചെറുപ്പകാലത്ത് വ്യവസായ മന്ത്രി. അതെ, അദ്ദേഹം പിന്നെ ഉദ്ഘാടനം ചെയ്ത നിരവധി കമ്പനികൾ എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ നാട്ടിൽ ഇൻഡസ്ട്രി ഏരിയയിൽ ചില കമ്പനികളൊക്കെ ഉണ്ട്, ഇനാഗുറേറ്റഡ് ബൈ രമേശ് ചെന്നിത്തല, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. അത് കരുണാകരൻ്റെ മന്ത്രിസഭയിലാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ ഒരു നല്ല പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. നിരവധി തവണ MP ആയിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ച് ലോക്സഭയിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, നിയമസഭയിൽ അദ്ദേഹം ഇപ്പം വരുന്നുണ്ട്. നല്ല പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പേരെടുത്തതാണ്. ഇപ്പൊ സ്വർണ്ണക്കൊള്ള വിവാദം വന്ന സമയത്ത് തന്നിലേക്ക് ചില രേഖകൾ ലഭിച്ചു എന്ന് വെട്ടിത്തുറന്ന് പറയുകയും അതിനെ സംബന്ധിച്ച് പിന്നെ ആ പോലീസ് ടീമിന് മുന്നിൽ, SITക്ക് മുന്നിൽ ചെന്നിരുന്ന കാര്യങ്ങൾ പറയാനുള്ളൊരു മനസ്സ് കാണിച്ച ഒരു നേതാവാണ്. അപ്പോൾ കേസ് അത് പറയുമ്പോൾ, കെ സുധാകരൻ എന്ന നേതാവ് പറയുമ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് രമേശ് ചെന്നിത്തല യോഗ്യനാണ് എന്നുള്ളത് പറയുന്നത് ഒരു തെറ്റുമില്ല. കാരണം ഇപ്പൊ മറ്റു പല പേരുകൾ പറയുന്നു. ഇപ്പോൾ KC വേണുഗോപാലിന്റെ പേര് പറയുന്നുണ്ട്, VD സതീശന്റെ പേര് പറയുന്നുണ്ട്. അവർക്കൊന്നും മെരിറ്റ് ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. രമേശ് ചെന്നിത്തല നയിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് യോഗ്യതയുണ്ട് എന്ന് പറയുമ്പോൾ കണ്ണൂരത്തെ ഒരു വലിയ നേതാവായ സുധാകരൻ പറയുന്ന അവർ പഴയ ഗ്രൂപ്പുകാരും കൂടെയാണ്. ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ കണ്ടെത്തിയ പിന്നെ നേതാക്കളാണ്. കരുണാകരൻ കണ്ടെത്തിയ കുഞ്ഞ് പിന്നെ ലീഡർഷിപ്പ് പദവിയിലേക്ക് ഉയർന്നു വരാൻ പറ്റിയവരാണ്, യുവാക്കളാണെന്ന് കരുണാകരൻ കണ്ടെത്തിയത്. അപ്പോൾ ആ മെരിറ്റ് എന്തുകൊണ്ടും രമേശിനുണ്ടാകും. രമേശ് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ അവർ ജയിച്ചു വരട്ടെ, ജയിച്ചു വന്നിട്ട് പറയാമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ, KS അത് ആദ്യമേ പറയുമ്പോൾ ആൾറെഡി അത് ചർച്ച നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മുടെ ചില കോൺഗ്രസ് സുഹൃത്തുക്കൾ പറയുന്നത്. രമേശ് ആകട്ടെ, രമേശിന് അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് തന്നെ. അങ്ങനെ ഒരു ചർച്ച നിലനിൽക്കുന്നത് തന്നെ എത്രയോ കാലം നല്ലതാണ്. അല്ലാതെ ഇനി ഞങ്ങൾ ജയിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ നേതാക്കൾ ആ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മറ്റൊരാളാകുന്നതിനേക്കാൾ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന ആളിനേക്കാളും ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു പോസിറ്റീവ് വേർഷൻ ആണ്. അല്ലാതെ ഞങ്ങൾക്ക് ജയിക്കത്തില്ലയോ എന്ന് പോലും ഉറപ്പില്ല, അതുകൊണ്ട് വേണമെങ്കിൽ ആ മണ്ഡലമൊക്കെ പിടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ തന്നെ മുഖങ്ങളായ നേതാക്കളെ പറഞ്ഞു വിടുന്നു, ഉള്ളവരെ ഒഴിവാക്കുന്നു, ആർക്കും വേണ്ടാത്ത ആൾക്കാരെയൊക്കെ പാർട്ടി മണ്ഡലങ്ങളിൽ പിടിച്ചു നിർത്തുന്നു. കാരണം സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നു, ചിലയിടത്ത് സിറ്റിംഗ് സീറ്റുകൾ വേണ്ട, ഇരട്ട നിലപാട്, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ തീരുമാനം എടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് കേൾക്കുന്നത്. ചിലപ്പോ ഇങ്ങനെ ഒരു വാർത്ത വരാൻ കാരണം KS സപ്പോർട്ട് ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നൊരു വാർത്തയായി പോകാനായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു, യോഗ്യതയുണ്ട് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ട് കാലങ്ങളായി. അദ്ദേഹം തന്നെ ഇനി വരികയാണെങ്കിൽ അദ്ദേഹത്തിനാണ് അതിന്റെ യോഗ്യത എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ VD സതീശന്റെ പേര് പറഞ്ഞാലും KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞിരുന്നാലും രമേശിന് അതിനുള്ള അത് പാർട്ടിക്കകത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ആർക്കും തമ്മിലൊരു അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇപ്പൊ VDS അത് പറഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തല ആവണ്ട ഞാൻ ആയിക്കോളാം എന്ന്. KC പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല ഞാൻ ആയിക്കോളാം, ഇവരാരും ആകണ്ട. ഇപ്പൊ കോൺഗ്രസിന്റെ മുന്നിൽ ഇത്തരത്തിൽ ധാർഷ്ട്യവും എന്തിനും ഏതിനും ഒരു കേസിനാവണോ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയെ അല്ലെങ്കിൽ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് വീണ്ടും മത്സരിച്ച് വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഇനിയുള്ള തീരുമാനമാണ്, അത് ഉൾപാർട്ടി രാഷ്ട്രീയമായിരിക്കാം. എന്തായാലും പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ട്, അത് ജനങ്ങളും പറയുന്നു, യോഗ്യനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്കും ആർക്കും യോഗ്യത ഇല്ല എന്നതിന് ഒരു അർത്ഥമില്ല. എന്തായാലും നല്ല രീതിയിൽ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരത്തില് ഈ ഒരു മാറ്റം, സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, സ്വേച്ഛാധിപത്യ ഭരണം കഴിഞ്ഞ 10 വർഷമായി ജനം സഹിച്ച് ഗതികെട്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് പതിവിന് വിപരീതമായി ഈ പറയുന്ന പിന്നെ അവരുടെ റിബൽ സ്ഥാനാർത്ഥികൾ, വിമതന്മാരെ ഒക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് വേണ്ടത് ഈ ഭരണമാറ്റമാണ്. ഇപ്പോൾ KS ഡൽഹിയിലേക്ക് പോയി സീറ്റ് വേണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ KC വേണുഗോപാൽ വിളിച്ചു പറയുന്നത് AK ആന്റണിയാണ്. AK ആന്റണി എന്ന് പറയുന്ന അവസാന വാക്കാണ് കേരളത്തിലെ ഈ പറയുന്ന
കെ സി വേണുഗോപാൽ പറയുന്നു. അങ്ങനെ എ കെ ആന്റണി വിളിച്ച് സുധാകരനോട് പറയുന്നു, സുധാകരൻ ആഗ്രഹിക്കും പിണറായിയുടെ മുഖം മാറി മറ്റൊരു മുഖം ഇവിടെ നയിക്കണമെന്ന്. അപ്പോൾ കോൺഗ്രസിന് ഒരിക്കലും ഇല്ലാത്തൊരു ഒത്തൊരുമ ഇപ്പൊ കാണുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ല എന്നുള്ളത് തന്നെ. കാര്യം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അവർ പറഞ്ഞ പോലെ സീറ്റ് നിർണ്ണയിക്കുന്നതിന് സമയമെടുത്തത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പാർട്ടിയാണ്, പ്രാദേശിക പാർട്ടി അല്ല എന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു വാക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അവർക്കിടയിൽ അന്തർസംഘർഷങ്ങൾ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ മറ്റു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ കേസ് തന്നെ, കേസല്ല, നമ്മുടെ കെ സി വേണുഗോപാൽ ഇടപെട്ട് വിമതന്മാരെ ഒക്കെ മാറ്റി എല്ലാ വിമതരെയും. കോൺഗ്രസിന്റെ ആഭ്യന്തരത്തിൽ പ്രശ്നമൊന്നുമില്ല, കടുംപിടുത്തമില്ല, എല്ലാം അവർ തീരുമാനിച്ചിട്ടുണ്ട്. അവർ തീരുമാനിച്ചത് സുധാകരൻ പറഞ്ഞു. അതായത് കെ സി വേണുഗോപാലും വി ഡി സതീശനും അടങ്ങുന്ന അവരുടെ നേതൃനിര ഏതാണ്ട് നേരത്തെ ആൾറെഡി അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ലെ, എന്ത് തീരുമാനമാണ് ആ തീരുമാനം? അത് അദ്ദേഹം പറഞ്ഞ തീരുമാനമാണെന്ന് ഇങ്ങനെയൊന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല. എന്തായാലും തീരുമാനമാണ്. അങ്ങനെയാണ് കോൺഗ്രസിനകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരിടത്തും ഒരാളെ ജയിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഇതാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പ്രതിപക്ഷം അത് അനൗൺസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്കത് പറയാൻ പറ്റില്ല. എന്തായാലും ശരി, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം എന്തായിരിക്കും, ആർക്കായിരിക്കും ഈ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ സാധിക്കുക, ഭരണപക്ഷത്തിനാണോ പ്രതിപക്ഷത്തിനാണോ എന്ന് നമുക്ക് കാണാം.